എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള വഴണ്ട് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതാണ് പരുവം. സവാള കൂടുതൽ വഴണ്ടാൽ മാത്രമേ കറിക്കൊരു ടേസ്റ്റ് വരികയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പെരുംജീരകമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാൻ കടുക് വറുക്കാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ കറിവേപ്പിലയുടെ ഒരു പച്ച മണം കിട്ടുകയുള്ളൂ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ച് ചെറുതീയിൽ 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഉപ്പ് കുറവായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഞാനിവിടെ ചെറുതായിട്ട് സൈഡൊക്കെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാര തൂവി കൊടുക്കുക. ഒരു നുള്ളു മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ കസൂരി മേത്തി ഇട്ടിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി.
മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി സർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി എല്ലാത്തിൻ്റെ കൂടെ ബെസ്റ്റ് കറിയാണ്. എൻ്റെ രീതിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്